പാലക്കാട് മണ്ഡലത്തിൽ അതിശക്തമായ പോരാട്ടം നടക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. മണ്ഡലത്തിലെ ശക്തമായ സാന്നിധ്യമായി നിറഞ്ഞു നിൽക്കുന്നത് BJP സ്ഥാനാർത്ഥിയായ സി കൃഷ്ണകുമാറാണെന്നതും ഇവിടെ നിർണായകമാവുകയാണ്. ജില്ലയിലെ BJPയുടെ ജനകീയ മുഖമാണ് സി കൃഷ്ണകുമാർ. പാർട്ടിക്ക് വലിയ പിന്തുണയാണ് അദ്ദേഹത്തിന് ഇവിടെ ലഭിക്കുന്നത്. നഗരസഭയുടെ ഉപാധ്യക്ഷൻ കൂടിയാണ് അദ്ദേഹം. BJPയുടെ ശക്തനായ പോരാളിയുമാണ് സി കൃഷ്ണകുമാർ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞങ്ങളുടെ പ്രതിനിധി ദിലീപ് കുമാർ കൃഷ്ണകുമാറുമായി നടത്തിയ സംഭാഷണത്തിലേക്ക്. കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന പ്രധാന മണ്ഡലങ്ങളിൽ ഒന്നാണ് പാലക്കാട് മണ്ഡലം. കേരളത്തിലെ BJPയുടെ ആദ്യ നഗരസഭ കൂടിയാണ് പാലക്കാട്. ആ ഒരു പ്രത്യേകത വെച്ച് തന്നെ ഇത്തവണ BJP ഇവിടെ അക്കൗണ്ട് തുറക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് പ്രവർത്തകരും അനുഭാവികളും. NDA സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ ഇന്ന് നോമിനേഷൻ കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ ആവേശത്തിലാണ് ഇപ്പോൾ അതിന്റെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 1 കിലോമീറ്ററോളം നടന്നാണ്, അത് കാൽനടയായിട്ടാണ് കളക്ടറേറ്റിന് മുന്നിൽ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഞങ്ങൾ കൂടെ ശ്രീ കൃഷ്ണകുമാർ ഉണ്ട്. എന്നാൽ അദ്ദേഹം അതിനെപ്പറ്റി സംസാരിക്കുകയാണ്. കൃഷ്ണകുമാരേട്ടാ, അതായത് ഈ ലോകസഭയിൽ തിരിച്ചു പിടിക്കുന്ന 20 വർഷത്തോളം ഈ CPI സീറ്റാണ് തിരിച്ചു പിടിക്കുന്ന 100% തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഇത്തവണ പാലക്കാട് ചരിത്രം കുറിക്കപ്പെടുന്ന, തിരുത്തി മാറ്റുന്ന ഒരു വിജയം, അട്ടിമറി വിജയം ഇത്തവണ NDA പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലും ആലത്തൂരും നേടുക തന്നെ ചെയ്യും. അതോടൊപ്പം തന്നെ ചേട്ടാ, അതായത് അതൊരു അവസരം ഇവിടുത്തെ ജനങ്ങൾ തരികയാണ് എങ്കിൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? പാലക്കാട് കഴിഞ്ഞ പതിറ്റാണ്ടുകളായിട്ട് വികസന കാര്യത്തിൽ വളരെ പിന്നോക്കാവസ്ഥയിലാണ്. പാലക്കാടിൻ്റെ സമഗ്രമായിട്ടുള്ള വികസനത്തിനായിട്ടുള്ള ഒരു പ്രത്യേക പാക്കേജ് തന്നെ തയ്യാറാക്കി, പ്രത്യേക പദ്ധതി തന്നെ തയ്യാറാക്കി, അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പാലക്കാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾ. ഇപ്പോൾ പുതിയ വാർത്തകൾ പുറത്തു വരുന്നത്, അതായത് പ്രളയം മനുഷ്യനിർമ്മിതമാണ് എന്നതിലുള്ള വാർത്തകൾ വരുന്നത്, അത് സർക്കാരിന്റെ ഭാഗത്ത് വലിയൊരു വീഴ്ചയായിട്ട് കണക്കാക്കുന്നുണ്ടോ? പാലക്കാട് നഗരത്തിൻ്റെ ചരിത്രത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പോലും പാലക്കാട് നഗരത്തിൽ പ്രളയമുണ്ടായിട്ടില്ല. പാലക്കാട് നഗരത്തിലെ മലമ്പുഴ ഡാം, പാലക്കാടിനോടനുബന്ധിച്ച് കിടക്കുന്ന മലമ്പുഴ ഡാം വ്യക്തമായിട്ടുള്ള മാനദണ്ഡങ്ങളില്ലാതെ തുറന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പാലക്കാട് നഗരമടക്കം ഒരു ദിവസം പ്രളയം ബാധിച്ച് കിടന്നത്. നിരവധി ആളുകൾക്ക് വീടുകൾ നഷ്ടപ്പെട്ടത് തീർച്ചയായിട്ടും ഡാം മാനേജ്മെൻറ്റിലുണ്ടായ വീഴ്ച തന്നെയാണ്. അതിൻ്റെ ഉത്തരവാദി ഇവിടെ ഭരിക്കുന്ന ഇടതുമുന്നണി സർക്കാരാണ്, പിണറായി സർക്കാരാണ്. അതുകൊണ്ട് തന്നെ വളരെ ശക്തമായ പ്രചരണം തന്നെയാണ് ഇവിടെ പ്രവർത്തകരോടൊപ്പം തന്നെ അനുഭാവികളും വ്യക്തമാക്കുന്നത്. ഇവിടെ അക്കൗണ്ട് BJP ആദ്യമായി അക്കൗണ്ട് തുറക്കുമെന്ന പൂർണ്ണ വിശ്വാസത ഉണ്ടെന്നും അതുകൊണ്ട് തന്നെ BJPയുടെ ചരിത്രത്തിൽ വലിയൊരു ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിക്കുമെന്നാണ് ശ്രീ കൃഷ്ണകുമാർ വ്യക്തമാക്കിയത്. ക്യാമറമാൻ ഷാനൊപ്പം